നമുക്കറിയാം, നമ്മുടെ അനന്തപുരി ഈ കേരളത്തിന്റെ തലസ്ഥാനമാണ്. പത്മനാഭസ്വാമിയുടെ തിരുസന്നിധിയാണ്. സാംസ്കാരികമായും അതോടൊപ്പം തന്നെ ഭരണപരമായിട്ടും ഏറ്റവും കരുത്തുറ്റൊരു പ്രദേശമാണ് അനന്തപുരി. ഈ അനന്തപുരിയിൽ കഴിഞ്ഞ 75 വർഷക്കാലമായി ഇവിടെ ഐക്യ കേരളം രൂപാന്തരപ്പെട്ടതിന് ശേഷം അനന്തപുരിയിൽ എന്ത് വികസനമാണ് ഇതുവരെ ഈ കേരളം ഭരിച്ചവർ നടത്തിയത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് എന്നതാണ് ഉത്തരം. ഈ കേരളത്തിന്റെ വികസനത്തിന് നയാ പൈസയുടെ പണി ചെയ്യാൻ സാധിക്കാത്ത 70 ആണ്ടുകൾ കേരളം ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ അധികാര കസേര ഉറപ്പിച്ചിരിക്കുന്ന അനന്തപുരിയോടും അങ്ങേയറ്റത്തെ അവഗണനയും അതോടൊപ്പം തന്നെ അനന്തപുരിയെ നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ഈ അനന്തപുരിയിൽ ജീവിക്കുന്ന 10 ലക്ഷത്തോളം വരുന്ന ജനതയ്ക്ക് വ്യക്തമായിട്ടറിയാം. അനന്തപുരിയുടെ ഗതകാല പ്രൗഢി ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് ഈ അനന്തപുരിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയ പദ്ധതികൾ മാത്രമാണ് എന്ന് അഭിമാനത്തോടെ ഇന്ന് വികസിത അനന്തപുരിക്ക് വേണ്ടി വാദിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാൻ സാധിക്കും.